ഇപ്പം മിക്കവർക്കും തന്നെ ഉണ്ടല്ലോ ഈ കാലിൽ ഉപ്പൂറ്റി വേദന. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഭയങ്കര കാല് കുത്തുമ്പോൾ തന്നെ ഭയങ്കര ഉപ്പൂറ്റി വേദനയും അതുപോലെ തന്നെ മുട്ടുവേദനയും. ഇത് മാറാനായിട്ട് 2 ടിപ്പ് പറഞ്ഞു തരട്ടെ. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഈ കുരുമുളകിൻ്റെ പൊടിയില്ലേ, അപ്പോൾ ഈ കുരുമുളകിൻ്റെ പൊടി വെച്ചിട്ട് 2 രീതിയിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തോ കേട്ടോ. ഇത് ഈ കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ 2 ഇലയും കൂടി എടുത്തിട്ട് നന്നായിട്ട് അമ്മിയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ. അപ്പം ഈ ഒരുപാട് തണ്ട് വേണ്ട, നമുക്ക് ചെറിയ ഒരു 1-2 കുഞ്ഞ് തണ്ട് മതി. പിന്നെ കൂട്ടത്തിൽ 2-3 ഈ കുരുമുളകിൻ്റെ ഇലയുണ്ടല്ലോ അതും കൂടിയിട്ട് നിങ്ങൾ ചതയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചായപാത്രത്തിലോ എന്തെങ്കിലുമെങ്കിലും ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്ത് ഒഴിച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ, ഒരു 2.5-3 മണിക്കൂർ നേരത്തോളം കുറച്ച് നേരം ഇതിങ്ങനെ മുക്കി വയ്ക്കണം കേട്ടോ. മുക്കി വെച്ചിട്ട് നിങ്ങൾ 2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ചുവന്ന കളറിൻ്റെ വെള്ളം കിട്ടും. കണ്ടില്ല, നല്ല ചോര കളർ. കുറച്ചും കൂടെ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും റെഡ് കളറിലേക്ക് വെള്ളമാവും കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലേക്കുണ്ടല്ലോ, ഈ വെള്ളം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ട് ചൂടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റി കുത്തി വയ്ക്കാൻ പറ്റുന്ന കുഞ്ഞു ചൂട്, ഒരുപാട് ചൂട് വയ്ക്കരുത് കേട്ടോ. കുഞ്ഞ് ചൂടാവുന്ന രീതിയിൽ നമ്മൾ ഗ്യാസ് അടുപ്പിലേക്കോ അടുപ്പത്തേക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞ് ചൂടാക്കി എടുക്കണേ. ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം കുഞ്ഞ് ചൂടിനോടെ തന്നെ നിങ്ങൾ ഒരു വട്ടമുള്ളൊരു ചെരുവോ പ്ലേറ്റോ ആയാലും മതി, അതിലേക്ക് നിങ്ങൾ ഈ വെള്ളം എടുത്ത് ഒഴിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞു ചൂടിനോടെ തന്നെ നിങ്ങൾക്ക് കാലിൽ ഉപ്പൂറ്റിയാണ് വേദന എങ്കിൽ ഈ കാല് നമുക്ക് ഇതുപോലെ ആ വെള്ളത്തിൽ കുഞ്ഞു ചൂടിനോടെ തന്നെ നിങ്ങൾ മുക്കി വെക്കാം കേട്ടോ. ഏകദേശം ഒരു 5-10 മിനിറ്റ് നേരം നിങ്ങളതിങ്ങനെ മുക്കി വെച്ചോ. ഈ നമുക്ക് കാലിൽ ഉപ്പൂറ്റി വേദന മെയിനായിട്ട് വരുന്നതെന്നറിയാമോ, നമ്മൾ ഈ നല്ല തണുപ്പാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ടൈൽസിൽ കൂടെ നമ്മൾ നിലത്ത് കൂടെ ചെരുപ്പില്ലാണ്ടൊക്കെ നടക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഈ ഞരമ്പുകൾക്ക് നീർക്കെട്ട് കയറുന്ന കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞരമ്പിലേക്ക് നീർക്കെട്ട് കയറി കഴിയുമ്പം നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയും മുട്ടും നടുവിന് വരെ ആ വേദന വരും. അപ്പം ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ നീർക്കെട്ട് വലിയ നല്ലതാണ്. ഉപ്പൂറ്റി വേദന ഒറ്റ ദിവസം കൊണ്ട് മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്തെടുക്കാം. മുട്ടുവേദനയ്ക്കും നല്ല രീതിയിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ടും എളുപ്പമുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ആ നേരത്തെ കാണിച്ച ആ വെള്ളമില്ലേ, നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ കാലിന് കീഴ്പോട്ടേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ചൂട് പിടിച്ച് കൊടുക്കത്തില്ലേ നമ്മൾ തോർത്തോ എന്തെങ്കിലും കോട്ടൺ തുണിയിൽ, അതങ്ങനെ വെള്ളം ഇങ്ങനെ ചൂടിന് വച്ച് കൊടുക്കണേ, അത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കുരുമുളകിൻ്റെ ഇല തന്നെയാണ്. ഈ കുരുമുളകിൻ്റെ ഇലയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇങ്ങനെ തൂളി കൊടുക്കണേ. എന്നിട്ട് എന്തെങ്കിലും എണ്ണ, വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണേ. മനസ്സിലായെന്ന് വിചാരിക്കും, ഞാൻ കാണിച്ചു തന്നില്ല, പെട്ടെന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളൂ കേട്ടോ, ഒരുപാട് നേരം ആയാലോ എന്ന് വെച്ചാൽ. അപ്പം ഇത് നിങ്ങൾക്കൊരു പാനിലേക്ക് ചട്ടിയിലേക്കോ എന്തെങ്കിലേക്കെങ്കിലും വച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കിക്കണം, കുഞ്ഞ് ചൂടനെ. എന്നിട്ട് ആ കാൽപാദം ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോളും. ഉപ്പൂറ്റി മാത്രം ഇങ്ങനെ കുത്തി ഉപ്പൂറ്റി വേദനയ്ക്ക് അങ്ങനെ കുത്തി വെക്കാം. അതല്ലാണ്ട് മുട്ടിനൊക്കെയാണ് വേദന, വേറെ ഏതെങ്കിലും ശരീരഭാഗത്തൊക്കെ വേദന ഉണ്ടെങ്കിൽ ആ ചൂടനെ തന്നെ ആ ഇലയുണ്ടല്ലോ നമുക്കിങ്ങനെ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ വച്ചു കൊടുക്കാൻ നല്ലതാണ്. അപ്പം എളുപ്പം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്തോട്ടോ. കുറച്ചും കൂടെ ഇത് നല്ലതാണ്. പിന്നെ ആ വെള്ളം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ ദേഹത്തിന് ശരീരവേദനയൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ദേഹത്തിന് ശരീരവേദനയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ വെള്ളം ഒഴിച്ച് മേല് കഴിച്ചൊക്കെ കളയാനൊക്കെ ആയിട്ട് നല്ലതാണ്, നീർക്കെട്ട് വലിയും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും അമ്മമാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞു ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ.